ഹായ്. ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയാകുന്ന സമയം ഞാനും മോനും ഇതാ കളരിക്ക് വന്നിട്ടുള്ള കളറിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. മുംബൈ കളിച്ചു പപ്പി ഇപ്പം വരെ. അപ്പോൾ ജാനും ഇന്ന് മുങ്ങി, അവൾ കാല് വരാൻ വേണ്ടി മുങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ഇന്ന് മമ്മിക്കും മക്കൾക്കെല്ലാം ഒരു വിശേഷ ദിവസമാണ്. വേറൊന്നുമല്ല, ഇന്നാണ് എൻ്റെ പിറന്നാൾ. 82 ഡിസംബർ 5 ഞാൻ ജനിച്ച ദിവസം. അപ്പോൾ ഇന്നത് പിന്നെ പിറന്നാൾ ദിവസം എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ എന്ന് പറഞ്ഞ പോലെ ഇന്നൊരു വ്യാഴാഴ്ച അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ മമ്മിയും മക്കളും ഇന്ന് എന്തെല്ലാം പരിപാടി ആക്കണം എന്നെല്ലാം പറഞ്ഞേ. ഒന്നുമില്ല, ഞാൻ പറഞ്ഞ അധികം പരിപാടിയൊന്നും വേണ്ട, നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം. അപ്പോൾ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കേക്ക് മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കളറി എന്തായാലും ക്യാൻസൽ ആക്കാൻ ഉദ്ദേശമില്ല, കാരണം ആരോഗ്യം സർവ്വധന പ്രധാനം. അപ്പോൾ കളറി എന്തായാലും കഴിഞ്ഞിട്ട് പോകുന്ന വെച്ച് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് കളറി കഴിയും. അത് കഴിഞ്ഞിട്ട് കുളിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് അമ്പലത്തിലെത്താന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനും പോയിട്ട് നല്ല കളറിയിൽ ജോയിൻ ചെയ്തിട്ട് മക്കളെല്ലാം കാറിലായി. ഓക്കെ, കളറി കഴിഞ്ഞാൽ നോക്കട്ടെ. ഈ കുളത്തിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ കളിക്കുന്ന ആൾക്കാരെല്ലാം കണ്ടല്ലേ, എല്ലാം വലിയ വലിയ ആൾക്കാരാണ് കളിക്കാറാണല്ലേ. പേര് പറഞ്ഞിട്ട് ശ്രീയാൻ. മോളെ പേര് പറഞ്ഞിട്ടെ. മോളെ പേര് പറഞ്ഞിട്ടെ. മോളെ പേര് പറഞ്ഞിട്ടെ. മോളെ പേര് പറഞ്ഞ പിന്നെ ആരുടെ പേര് പറയട്ടെ. ഇത് നമ്മളെ മോന്തേ വിട്ടെ. മോൻ്റെ പേര് പറഞ്ഞിട്ടെ. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ടീമേ കളിക്കുന്നത്. വലിയ ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലേക്ക് പോകണം. മമ്മിയും മക്കളും റെഡി ആയിട്ടുണ്ടാവും. ഇനി പപ്പയും ദേവൂട്ടും പോയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതേ വാ. അപ്പോൾ ഏതാ അമ്പലം തീരുമാനിച്ചില്ല, വീട്ടിലെത്തിയിട്ട് ഏതാ അമ്പലം തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൂടെ അല്ല അല്ലോണ്ട് പപ്പേൻ്റെ ബർത്ത്ഡേ അല്ലേ. ശരിക്കും നമുക്ക് നടക്കേണ്ട ദൂരേ ഉള്ളേ, എന്നാലും നമ്മൾ ബൈക്കിലേ വരിക. 1/2 കിലോമീറ്റർ ഉണ്ട്. പിന്നെ കളി കഴിഞ്ഞ് വേഗം വീട് പിടിക്കല്ല, അന്ന് ബൈക്ക് എടുത്ത് വരുന്നത്. പോനെ കയറുവാനെ. സ്കൂൾ വിട്ടാട് കുട്ടികളെല്ലാം വരുവേ. പഠിപ്പിൻ്റെ കൂടെ വ്യായാമം കൂടി. പണ്ട് കാലത്തല്ലേ കളറി മാത്രമേ ഉള്ളൂ തോന്നുന്നു, വ്യായാമം എന്നും പറഞ്ഞിട്ട് പിന്നെ കുട്ടികളെ കളിയും. അപ്പോൾ ഇതാകുമ്പോൾ ശരീരത്തിന് മൊത്തമായി ആയോധന കല. അതാ നല്ല കുരുത്തക്കെട്ട മക്കളല്ല. ഓക്കെ, ഇവിടെ ദേവാ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടേ. നമ്മളെ നോക്കിയിട്ട് പോർച്ചിൻ്റെ പണി ജോറായിട്ട് എടുക്കണ്ടേ. ബെൻസിൻ്റെ അവസ്ഥ പണ്ടത്തെ പോലെ തന്നെ. ശ്രുതി തുണിയാറിടാനെല്ലാം യൂസ് ചെയ്യലാണ് നമ്മളെ ബെൻസുകാർ. അപ്പോൾ പോർച്ചായാലും ഇതന്നെയായിരിക്കും അവസ്ഥ എന്ന് വിചാരിക്കുന്നത്. എന്തായാലും വെയിലും മഴയും കൊള്ളില്ല. അപ്പോൾ മമ്മി ഉള്ളിൽ റെഡി ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത്. വല്ല മമ്മീനെ കാണാൻ പോകണം. പിന്നെ വേറൊരു കാര്യം പറയാമല്ല, മിഞ്ഞാന്ന് പറയേ, ശരിക്കും പറഞ്ഞാൽ പനീൻ്റെ ബക്കത്തിരുന്ന് നമ്മളവസ്ഥ വേറൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് വ്യായാമമൊന്നുമില്ല, ഒരാഴ്ചയായിട്ട് വ്യായാമമൊന്നുമില്ല. രാത്രി നല്ല ഉറക്കമാണ്, രാത്രി കുറേ ലേറ്റാവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ വ്യായാമമൊന്നുമില്ല. എന്നിട്ട് മിഞ്ഞാന്ന് ഏതാണ്ട് പനീൻ്റെ ബക്കത്ത് ആകെ ക്ഷീണമായി വന്ന് കിടന്ന്. എന്നിട്ട് ഇന്നലെ രാവിലെ ഞാൻ എന്ത് ചെയ്ത്, ഷോപ്പിൽ വിളിച്ചു വന്നിട്ട് ഒരു പാരസെറ്റമോൾ വാങ്ങി, അത് കുടിച്ച്. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം പോയി കളരിക്ക് പോയി, ആവുന്നില്ലായിരുന്നു, പോയി ആകുമ്പോഴെല്ലാം ചെയ്ത്. അപ്പോൾ നല്ലോണം തടിയങ്ങ് വേർത്ത് രാത്രിയാകുമ്പോൾ ചെറിയൊരു ഉഷാർ വന്നേ, കുറച്ച് വിശപ്പെല്ലാം വന്ന് ഭക്ഷണം കഴിച്ച്. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് സെറ്റായി. ഉച്ചക്കൊക്കെ വൈകുന്നേരം ഇതാ പോയിട്ട് കളറി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പഴയ ആരോഗ്യം സെറ്റ്. കൃത്യമായിട്ട് താടിയൊന്ന് വേർത്ത തന്നെ ഉണ്ടല്ലോ. പനീൻ്റെ വൈക്കങ്ങ് പോയിക്കോളും. കാരണം എന്താ, നല്ലോണം അധ്വാനിക്കുന്ന സമയത്ത് വേർപ്പ് വരുമ്പോൾ നല്ല വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പനിയും ഇല്ല, ഒരു സാധനമില്ല. നമ്മളൊന്നും ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ ദഹനെല്ലാം ആകെ എന്താ പറയണ്ടേ, ദഹനമൊന്നും നടക്കാത്തൊരവസ്ഥ വന്നാലാണ് രോഗങ്ങൾ വരിക. അപ്പോൾ രോഗത്തിനുള്ള എൻ്റെ ചികിത്സ ഇതാണ്. ചെറുങ്ങനെ നടക്കാനാകുമ്പോൾ ഞാൻ വന്ന് കൂടും. ഇല്ലെങ്കിൽ ഇതുപോലെ കളറിക്കുമല്ലേ വ്യായാമം ചെയ്തിട്ട് അസുഖം, അതായത് പനീനെ അങ്ങ് മാറ്റലാണ് എൻ്റെ രീതിയെ. നിങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പറയണേ. ഏതായാലും ഒന്ന് അകത്തേക്ക് പോയി നോട്ട് മമ്മി ഏത് ലെവലിലാക്കി നോട്ട് കാര്യങ്ങൾ. അല്ല ഇപ്പം ഇതെന്നാന്ന് സുന്ദരി, വല്ലാത്ത സുന്ദരിയാക്കലാണല്ല. ഇത്രപാട് പൗഡറെല്ലാം വേണോ? കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കാണുന്നുണ്ട് പപ്പ. ഹായ് മമ്മി, എന്തായി റെഡിയാ? അധികം മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ. ഇപ്പം ഒന്നിട്ടില്ലല്ലോ. അപ്പോൾ എന്നാൽ വേഗം പൗഡർ ഇട്, നല്ല വൃത്തിയാവ്. ഞാൻ ഇങ്ങോട്ട് വെക്ക്, മോളെ കാണട്ടെ. എൻ്റെ മോളെ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, സുന്ദരിയല്ലേ ആ മോളെ. എന്തിനുള്ള സമ്മാനാന്ന് പറഞ്ഞാട്ടെ? പപ്പേൻ്റെ ബർത്ത്ഡേക്കുള്ള സമ്മാനാ. പപ്പേൻ്റെ ബർത്ത്ഡേക്ക് മക്കളെല്ലാം വേണ്ട. ഇനി ഇന്നാ വാങ്ങണ്ടേ, ബർത്ത്ഡേ ദിവസം തീരാനായി. പാപ്പക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടില്ല. രാവിലെ ഒരു ഉമ്മ കിട്ടീന്, വേറൊന്നും കിട്ടിയില്ല പാപ്പക്ക്. ആ മക്കളല്ലേ വാങ്ങണ്ടേ, പപ്പയാ വാങ്ങണ്ടേ. ഇനി വേണ്ട, ഇനി പാപ്പക്ക് സമ്മാനമൊന്നും വേണ്ട. പാപ്പക്കാകെ സങ്കടമായി, മൂഡ് ഓഫായി. വേണ്ട, ഇനി സമ്മാനമൊന്നും വേണ്ട. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എന്തിനാ സമ്മാനം? മമ്മിക്കെല്ലാം തലേന്നേ വാങ്ങി വെച്ചിട്ടില്ലേ സമ്മാനോ? ഏച്ചീൻ്റെ ബർത്ത്ഡേക്കും തലേന്നേ വാങ്ങി വെച്ചില്ലേ? പപ്പേനെ മാത്രം ആയിരിക്കും വേണ്ട. ഇത് വേണ്ട, ഇത് ശരിയാവില്ല. എന്നിട്ട് കൊടുത്തു സമ്മാനം വാങ്ങാൻ. ഇനി ആ
സമ്മാനുണ്ടല്ലോ അവിടെ പോയിട്ട് വാങ്ങും. വേണ്ട, ഇനി വാങ്ങണ്ട. പപ്പയാകെ സങ്കടത്തിലാവും. ഇനി വേണ്ട പറഞ്ഞല്ലേ. പപ്പക്ക് സമ്മാനം വേണ്ട. മമ്മി പപ്പക്ക് സമ്മാനം വേണ്ട. എന്നാ ഉമ്മ തരാനാ? പപ്പ വേർത്തനി മുഖത്തല്ല വേർപ്പായി. ഉമ്മ സമ്മാനാ വേർപ്പായി. എന്റെ മുളമത്ത് പോയിട്ട് മുഖം ഉണ്ടാക്കുമെന്ന്. ശരിയപ്പ മമ്മി ഞാൻ കുളിക്കട്ടെ. മമ്മി നല്ല ഓക്കെ ഓക്കെ ഓക്കെ. അത് മക്കളെ പേര് റെഡി ആക്കോ. അപ്പം നമ്മളെല്ലാം റെഡി ആയിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ടേ. ഇതാ നമ്മളെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. സന്ധ്യാസമയമാണ്. പിന്നെ നമ്മൾ ഈ ബൾബ് ഉണ്ടാ എന്തോ കംപ്ലൈൻ്റ് ആയതാ ഇങ്ങനെ ഡിം ലൈറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഈ നായും കുറുക്കൊന്നും വരില്ല കേട്ടോ ഇങ്ങോട്ട്. ഇത് നമ്മളെ ബെൻസ് നമ്മളെ കാത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പം വിട്ട്. അപ്പോൾ ഇതാണ് കണ്ണാടിപ്പറമ്പാണ് അമ്പലം. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ടേ. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അധികം ദൂരമുള്ള അമ്പലത്തൊന്നും പോയിട്ടില്ല. നമ്മളിവിടെ അടുത്ത് തന്നെ കണ്ണാടിപ്പറമ്പ്, ഇവിടെ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് കണ്ണാടിപ്പറമ്പ്. നമ്മൾ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചായില്ലേ വന്നിട്ട് സുധി? കുറച്ചായി വന്നിട്ട്. അപ്പൊ ഏതായാലും അങ്ങോട്ടേക്ക് വിടാവാ മമ്മി. തിരക്കൊന്നുമില്ല അല്ലേ? ഇല്ല, സമയം എത്രയായി? 7 മണിയായി. ആൾക്കാരെല്ലാം വന്ന് പോയി. നമ്മളാ ലേറ്റ്. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നത്. ഇത് വലിയൊരു അമ്പലമാണ്. ഈ അമ്പലത്തിന് മുമ്പിൽ വലിയൊരു മൈതാനമുണ്ട്. അപ്പോൾ അവിടെ ആ ചന്തകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉത്സവമുള്ള സമയത്ത്. പിന്നെ ഇവിടെ വലിയ വലിയ യാഗങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാണ്. അമ്പലത്തിലെത്തിയാൽ അച്ഛൻ്റെ സ്ഥിരം പരിപാടിയാണ് ചില്ലറ പൈസ വാങ്ങൽ. അവർക്ക് ഭണ്ണാരത്തിൽ പൈസ ഇടൽ ഭയങ്കര ത്രില്ല. അപ്പോൾ ഇതാ നമ്മൾ പ്രസാദം വാങ്ങിക്കഴിഞ്ഞാലും മക്കൾക്ക് ഇത് നിർബന്ധമായിട്ടാണ്. ഇവരെ അപ്പുറം ഇപ്പുറം കുറി വെച്ച് കൊടുക്കണം. അതുപോലെ പപ്പക്കും മമ്മിക്കും നെറ്റിക്ക് ചന്ദനം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തൃപ്തിയാവണം. അപ്പോൾ എല്ലാവരും കൂടി വെക്കുമ്പോഴത്തേക്ക് പപ്പേൻ്റെയും മമ്മീൻ്റെയും നെറ്റി ഉണ്ടല്ലോ വല്ല പോസ്റ്റർ പോലെ ആയിട്ടുണ്ടാവും. എന്താ ലാസ്റ്റ് മമ്മീൻ്റെ വക പപ്പക്ക് ഒരു ചന്ദനം വെച്ച് തരുന്നുണ്ട്. ശരിക്കും ചന്ദനം വെക്കലിനോ ഇതിനൊക്കെ ഒരു ശാസ്ത്രീയത പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെറ്റിക്കുണ്ടല്ല തിലകമർമ്മം എന്ന് പറഞ്ഞിട്ടൊരു മർമ്മമുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മർമ്മത്തിൽ നല്ല ഒറിജിനൽ ചന്ദനം തൊടുന്ന സമയത്ത് ആ മർമ്മത്തിൽ നല്ല തണുപ്പുണ്ടാവും. അതോടെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമയുണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ അത് കേട്ടെ. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്താൽ നല്ലതാണ്. ഇതപ്പോൾ ഇവിടെ സ്വാമിമാർ കുറേ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സീസണാണല്ലോ, അതുകൊണ്ട് ഇന്നിവിടെ ഭജനയുണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്വാമിമാർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എള്ളുതിരി നെയ്വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. ഈ എള്ളുതിരി നെയ്വിളക്കിലും ഒരുപാട് ശാസ്ത്രീയതയുണ്ടെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഈ നെയ്യ് കത്തുന്ന സമയത്ത് ഒരുപാട് ശുദ്ധവായു ഉണ്ടാവുമെന്നും നമ്മളെ ചുറ്റുപാടുള്ള സൂക്ഷ്മ ജീവികൾക്കൊക്കെ അത് ഭയങ്കര ഗുണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിനെപ്പറ്റിയൊക്കെ കേട്ടറിവാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഈ ഭജന കേൾക്കുമ്പോൾ പണ്ട് ഞാനും മാലിയിട്ടുണ്ടേ. ആ സമയത്തുള്ള ആ രംഗമെല്ലാം ഒരു ഓർമ്മ. അതിലൊരു ഓർമ്മയാണ്, ഒരു പ്രത്യേകതരം വൈബാന്ന് കേട്ടോ. അതല്ലോ ഈ ശബരിമല വ്രതെടുത്ത് ശബരിമലയ്ക്ക് പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നല്ലൊരു സുഖമുള്ള കാര്യമാണ്. ഇതാ മുകളിലൊന്ന് താഴെയൊന്ന് ഇവിടെ ഒന്ന് മക്കൾ ഓരോ പ്രാവശ്യം തൊട്ടിരുന്നല്ലേ അമ്മേ? അപ്പം നമ്മൾ അമ്പലത്തിലെ പ്രാർത്ഥനാ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടുന്ന് വേഗം ഇറങ്ങണം. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, 5 കിലോമീറ്ററല്ലേ ഉള്ളൂ. വേഗം നമ്മൾ അവിടെ എത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് കേക്ക് മുറി പരിപാടികളൊക്കെയാണ് നമ്മളടുത്ത പരിപാടി. ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ കമ്പ് ടൗണിൽ എത്തിയിട്ടുണ്ട്. കമ്പ് ടൗണിലെ നമ്മളെ ഷോപ്പ് ഒന്ന് കാണിച്ചു തരാം. രാത്രി നമ്മളെ ഷോപ്പ് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ക്യാമറ എടുക്കുമ്പോൾ ഞാൻ ഇത്രയധികം ശ്രദ്ധിക്കുന്നത്. മിക്ക ആൾക്കാരും പറയലുണ്ട് രാത്രി ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ ഷോപ്പ് നോക്കിപ്പോവും, ഒരു TV കാണും പോലെ ഉണ്ടാവും എന്നുള്ള പറയലുണ്ട്. ഞാനിപ്പോൾ അത് കാണുകയും ചെയ്ത്. ഇതാ അപ്പോൾ നമ്മൾ ബേക്കറി എത്തിയിട്ടുണ്ടേ. നമുക്ക് കേക്ക് വാങ്ങണമല്ല. ഇവിടെ ഒരു പാർക്കിങ്ങുള്ളൊരു സ്ഥലമായതുകൊണ്ട് നമ്മളിവിടെ അടുപ്പിച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ ബേക്കറി ആട്ടാ. ഇവിടെ ഇല്ലാത്ത സാധനമൊന്നും ഇല്ലാന്ന് തോന്നും, എല്ലാം കുറച്ച് അധികമായിട്ട് കാണാനുണ്ട്. അപ്പോൾ കേക്ക് മക്കൾ സെലക്ട് ചെയ്ത് ചോക്ലേറ്റാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് അവരെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്ത്. കാരണം ഞാൻ കേക്കൊന്നും കഴിക്കലില്ല, മമ്മിയും മക്കളും തന്നെ കൂടുതൽ കഴിക്കൽ. അപ്പോൾ അവർ കഴിക്കുന്ന വാങ്ങാമെന്ന് വെച്ച് അത് വാങ്ങി. പിന്നെ കയറിയ സ്ഥിതിക്ക് ഇവിടുന്ന് കുറച്ച് കഴിക്കേണ്ട ബേക്കറീസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവരിത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എന്തോ ഒരു കേക്ക് തന്നിട്ടുണ്ട്. മക്കൾക്ക് മാക്സിമം മധുരമില്ലാത്തത് ഞാൻ വാങ്ങാൻ നോക്കൽ കേട്ടോ. ഈ അച്ചപ്പം, കോലപ്പം, പിന്നെ ചിപ്സ് അങ്ങനത്തെ എല്ലാം കുട്ടികൾക്ക് കൂടുതൽ വാങ്ങൽ. മധുരം അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അത് വാങ്ങലില്ല. ഇതാ കേക്കിൻ്റെ മുകളിൽ പേരെഴുതൽ പരിപാടിയാണ് നടക്കുന്നത്. എന്തായാലും ബർത്ത്ഡേ അല്ലേ, ഞാൻ പറഞ്ഞ പേരെല്ലാം കിടക്കട്ടെ. അപ്പോൾ നമ്മൾ ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങി ഇറങ്ങുമ്പോൾ അത് മമ്മി പറയുന്നത്
ബൈജോട്ട കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ട്, സാധനം നാളത്തേക്കില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം പച്ചക്കറി വാങ്ങുന്ന ഷോപ്പ് ഏതേ നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. ഞാൻ സാധാരണ ഷോപ്പ് കൂടിയാട് ഇവിടെ വന്നിട്ടാണ് വാങ്ങല്ലേ. ഇത് നമ്മളെ കമാലിക്കാൻ്റെ വീടിയാണെന്ന് നമ്മൾ പണ്ടേ പറയൽ. ഇവിടെ ഇരിക്കുന്ന ആളെ ഉപ്പയാണ് കമാലിക്ക. പണ്ടേ കമ്പലി വന്ന് കച്ചവടം ചെയ്ത് നമ്മളെ ഒരു സ്വന്തക്കാരനെ പോലെ കുടുംബത്തെ പോലെയാണ് നമ്മളെ കമാലിക്കാൻ്റെ ഷോപ്പ്. അപ്പോൾ ഇവിടുന്നേ നമ്മൾ പച്ചക്കറി സാധനങ്ങളായാലും എല്ലാം വാങ്ങലുള്ളൂ. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ അവർ തന്നെ ഒരു അനാഥി കടയുണ്ട്. അപ്പോൾ ഇവിടുന്നും നമ്മൾ സാധനം വാങ്ങലുണ്ട്. നമ്മൾ സൺഡേ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള സാധനം വാങ്ങുന്നുണ്ടെങ്കിലും ബാക്കി ദിവസങ്ങളിലെല്ലാം നമ്മൾ കൂടുതലും ഇവിടെ തന്നെയാണ് വാങ്ങൽ. എനിക്കൊന്ന് വിലയിൽ സൂപ്പർ മാർക്കറ്റിനേക്കാൾ നല്ല കുറവ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും നമ്മൾ ഇവിടുന്ന് സാധനം വാങ്ങലുണ്ട്. പിന്നെ കയറിയ സ്ഥിതിക്ക് പച്ചക്കറി കുറച്ച് വാങ്ങി കുറച്ച് അധികമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം വാങ്ങി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കേക്ക് മുറിയിലേക്ക് കിടക്കണം. നമ്മളിപ്പോൾ വീട്ടിലെത്തിയേ. അപ്പോൾ അമ്പലത്തിൽ പോയി എത്തുമ്പോൾ തന്നെ സമയം ഏതാണ്ട് 8:30 നമ്മൾ പോന്നിരിക്കുന്നുള്ളതല്ലേ. കേക്ക് വാങ്ങി, പിന്നെ വീട്ടിലെ കുറച്ച് പച്ചക്കറി വാങ്ങി, കുറച്ച് അനാദി സാധനം വാങ്ങാണ്ട് എല്ലാം കൂടി വാങ്ങിയിട്ട് ഇങ്ങനെ ഇപ്പോൾ എത്തിയേട്ടാ. അപ്പോൾ ഇനി കേക്ക് മുറി മമ്മി പറഞ്ഞ് ഭക്ഷണത്തിന് ശേഷം കേക്ക് മുറിക്കാന്ന്. ശരി മമ്മി, ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നടക്കുന്ന സ്പെഷ്യൽ ഒന്ന് ആക്കിയ നൈറ്റ് ഫുഡ് ഉച്ചക്ക് പരിപ്പ് കറിയും ചോറ് വന്ന് കിട്ടിയേട്ടാ. അത് വെജിറ്റബിൾ മാത്രമേ നമ്മള് ദിവസം ആക്കുള്ളൂ. അതെ അതെ. ശരി, ഇപ്പൊ രാത്രി മമ്മി ആക്കിയ രാത്രി ദോശ. ഭയങ്കര സ്നേഹാണ്. ദോശയും ഉച്ചക്കാക്കിയ പരിപ്പ് കറിയാണ് ഇന്ന് എനിക്ക് പ്രിയപത്നി തരുന്നത്. അതെ, നമ്മളിപ്പോ പോയിട്ട് എത്തിയിട്ട് ടൈം എത്ര 8:30 ഇനിയിപ്പോ എന്താ. എന്നാലും സാധാരണ പറഞ്ഞാൽ ഒരു പായസം എല്ലാം ആക്കൂലേ? പായസം വേണ്ടെന്ന് പറഞ്ഞാ ഞാൻ ചോദിച്ചു പായസം ആക്കട്ടെ. വേണ്ടാന്ന് പറഞ്ഞോട് പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കല്ല. അല്ല അറിഞ്ഞേണ്ടതി കണ്ട, ഇത്രയേ ഉള്ളൂ സ്നേഹം. ഇവളെ ബർത്ത്ഡേക്ക് ഇവള് പായസാക്കലുണ്ട്. മക്കളെല്ലാവരും ബർത്ത്ഡേക്കും പായസാക്കണം. എൻ്റെ ബർത്ത്ഡേക്ക് മാത്രം ഒരു ചോദ്യം, എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നും വേണം. അത് കേട്ടപാട് ഓക്കെ, സമാധാനം. ഇപ്പം പറയുന്നിട്ടില്ലേ വേണ്ട പറ്റില്ല ആക്കാനും. എടേ നിന്റെ എല്ലാം ആക്കലില്ലേ? എന്നിട്ട് എൻ്റെത് മാത്രമാകുമ്പോൾ എനിക്കൊരു കണ്ട ഇത്രയേ ഉള്ളൂ. മമ്മിക്ക് മക്കളോടാ സ്നേഹം കൂടുതൽ, ഭർത്താവിനോടെല്ലാം ഉണ്ടല്ല. ജസ്റ്റ് ഒരു പൊലിപ്പിന് വെറുതെ ഒരു സ്നേഹം പോലെ ഒന്ന് കാണിക്കും, ഒന്ന് ചിരിച്ച് കാണിക്കും. പിന്നെ അടുത്ത് എന്നാ പായസത്തിന്റെ കാര്യം പറ. പായസത്തിന്റെ കാര്യം മാത്രം പറ. എവിടെ പായസം? പായസം ഇല്ല, ജലദോഷം പിടിച്ചോണ്ട് ഞാൻ ജലദോഷവും പായസം തമ്മിൽ എന്ത് ബന്ധോ? ജലദോഷം പിടിച്ചാൽ പായസം കുടിച്ചുകൂടാ. ആര് പറഞ്ഞു? പനി പിടിക്കും. കണ്ടാ, മനസ്സിലായി. ഇതാ കണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ ഇവളെ കഥ. ഇന്ന് ആക്കിയ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ഗോതമ്പ് ദോശയുണ്ട്, അരിദോശ ആക്കിനി. പിന്നെ ഉച്ചക്കത്തെ പരിപ്പ് കറിയാന്ന് പ്രിയപത്നി എനിക്ക് ഇന്ന് ആക്കി തന്നത്. അതുകൊണ്ട് പ്രിയപത്നിക്ക് വളരെയധികം നന്ദി. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കണം അല്ലേ മമ്മി? അങ്ങനെയുള്ള ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയി വന്ന് ഞാൻ മൊബൈൽ വെറുതെ നോക്കുമ്പോൾ ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത് അയക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ലൈവ് ഇപ്പം ചെയ്തതാണല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ, ഈ പുറത്തുള്ള ആൾക്കാർ, ഗൾഫിൽ അങ്ങനെ വിദേശത്തുള്ളവരിലൊന്നും ഈ സമയത്തൊന്നും കാണുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മൊബൈൽ നോക്കുമ്പോൾ വാട്സാപ്പിൽ നിറയെ തന്നെയാണ് കമൻറ്റ്സ് തന്നെയാണ് കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നന്ദി. മെസ്സേജ് അയക്കുന്നവർക്ക്, നമ്മളെ സ്നേഹിക്കുന്നവർക്ക്, കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. ഏതായാലും നല്ല ബർത്ത്ഡേൻ്റെ കേക്ക് മുറിക്കുന്ന വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നിരിക്കുന്നു അല്ലേ മമ്മി? എന്നാൽ പിന്നെ നമുക്ക് പോകാമല്ല, ദോശയാക്കാമല്ല. അപ്പോൾ രാത്രി ഗോതമ്പ് ദോശയാണ്. അപ്പോൾ എൻ്റെ ഗോതമ്പ് ദോശ ഞാൻ തന്നെ ആക്കുക. ഇതാ ഞാനിങ്ങനെ ആക്കില്ല കേട്ടോ. ഉള്ളി ഇതുപോലെ നീട്ടത്തിൽ മുറിച്ചിട്ടിട്ട് ഈ ഗോതമ്പിൻ്റെ അപ്പുറമെല്ലാം നല്ല മിക്സ് ആക്കുക. എന്നിട്ട് നല്ല വെള്ളം പോലെ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നറിയാവുക, ഇതാ ഇങ്ങനെ കുറച്ച് തക്കാളി എടുക്കും. അപ്പോൾ ഈ തക്കാളി എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്ത് ദോശക്കല്ലിൻ്റെ മുകളിൽ അങ്ങ് ഇടും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളെ ഉള്ളിയും ഈ ഗോതമ്പ് കലക്കി ഇത് എല്ലാം കൂടിയിട്ട് അങ്ങ് ഒഴിച്ചങ്ങ് പറ്റിച്ചാടെ വെക്കും കേട്ടോ. ഇത് ചെറുങ്ങനെ വെന്തിട്ടാമുണ്ടല്ല. ഇതുപോലെ പശു നെയ്യ് ഇതിൻ്റെ സൈഡിൽ ചെറുങ്ങനെ ഇട്ടെടുക്കും. കാരണം പശു എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽത്തിയാണ്. മാത്രമല്ല ഇതിൻ്റെ അടി കരിയാനും പാടില്ല. ഇതാ എന്നിട്ടൊരു മൂടിയെടുത്ത് അവിടെ പൊത്തി വെച്ചാലുണ്ടല്ല, സാധനം നല്ല കണ്ടീഷനാവും. ഈ മൂടിയെടുത്ത് പൊത്തിയാൽ അതിൻ്റെ ഉള്ളെല്ലാം പോകില്ലേ. ഇത് കുറച്ച് വണ്ണത്തിലാക്കുന്നില്ലേ. നമ്മളെ വീട്ടിൽ പശു നെയ്യുണ്ടല്ലോ, ഈ നമ്പീഷൻസാണ് വാങ്ങലേ. ഇത് കുറച്ച് വിലയുണ്ട്, എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ കേട്ടെ, അതുകൊണ്ടാണ് അത് വാങ്ങുന്നത്. ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഇതാ നമ്മളെ സാധനം ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ട ദോശ മറിച്ചിട്ട്, ഇത് മറിച്ചിട്ടത് ഞാനല്ല, അമ്മയാണ്. ഞാൻ ഇതാക്കാൻ വേണ്ടി വെച്ച് ഉള്ളിൽ പോയതാണ്. വരുമ്പോഴത്തേക്ക് അമ്മയുണ്ട് മറിച്ചിട്ട് വെച്ചിട്ട്. അതുകൊണ്ട് മറിച്ചിട്ട കോലാന്ന് കാണുന്നത്. അപ്പോൾ ദോശ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതാ മോള് കേക്ക് മുറിക്കാൻ വേണ്ടി തിരക്കായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കത്തിയായിട്ട്. ഇതാ മക്കൾ രണ്ടാളും കൂടി പപ്പേൻ്റെ കൈ മുറുക്കെ പിടിച്ചിട്ടുണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. പപ്പേനെ ചോദ്യം ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം എല്ലാവരോടും. പപ്പേൻ്റെ ബർത്ത്ഡേക്ക് പപ്പ ഒറ്റക്കല്ലേ മുറിക്കണ്ടേ? പിന്നെ അല്ലാണ്ട് അച്ഛൻ്റെ ബർത്ത്ഡേക്ക് അച്ഛനല്ലേ മുറിക്കല്ലേ? പപ്പ മുറിച്ചില്ല. ശരി, പപ്പ മുറിച്ചില്ലല്ലോ. പപ്പ നിങ്ങളെ ഒന്നിനും പറഞ്ഞിട്ടില്ലല്ലോ.
ഒന്നല്ല അങ്ങനെ മുറിക്കാൻ പാടില്ല. പപ്പ വരാത്തോണ്ടാണ്. ഒന്നല്ല അങ്ങനെ മുറിക്കാൻ പാടില്ല. പിന്നെ പപ്പന് വന്നിട്ട് പപ്പ മാത്രം മുറിക്കണ്ട, അല്ലാണ്ട് എല്ലാരെയും മുറിച്ചിട്ട് മുറിക്കണേ ദേവാ. പക്ഷെ അന്റെ ബർത്ത്ഡേക്ക് ഞാൻ മാത്രം മുറിക്കും. മുറിച്ചോ? ശരി, എന്നാ പിന്നെ പപ്പ ഒറ്റക്ക് മുറിക്കാം. പപ്പ ഒറ്റക്ക് മുറിക്കൂ. പപ്പുവാ ഹാപ്പി പപ്പു. അപ്പോൾ പപ്പേൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ഇതാദ്യം മക്കൾക്ക് തന്നെ കൊടുത്തേ. കാരണം മക്കൾക്കാന്നല്ല ആഘോഷം, പപ്പക്കെന്താ ആഘോഷം. അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്കാണ് ഇതെല്ലാം ആഘോഷം, നമ്മളതിലൊന്ന് പങ്കാളിയാവുന്നു, അത്ര തന്നെ. മക്കളെ ഈ പ്രായത്തിലാണ് നമുക്കെല്ലാം ഇത് നല്ല വൃത്തിക്ക് ആഘോഷിക്കാൻ പറ്റുക, അതുപോലെ അവർക്കും. കുറച്ച് വലുതായി കുറച്ച് പക്വതയിലേക്ക് കഴിഞ്ഞാൽ ഈ ഒരു ആസ്വാദനത്തിൻ്റെ രീതിയെല്ലാം മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാലും നമ്മൾ നമ്മളതായ രീതിയിൽ ആഘോഷിക്കും. എന്നാലും മക്കളുടെ കുട്ടിക്കാലം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനൊന്നും വലിയ ചിലവൊന്നുമില്ല. ഒരു കേക്ക് വാങ്ങുന്നു, മക്കളെ ഇരുന്ന് കേക്ക് മുറിക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, തുള്ളുന്നു, ഇതെല്ലാം തന്നെ ജീവിതം. കേക്ക് മുറിക്കെല്ലാം കഴിഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് പരിപാടിയാണ്. ഇതാ ജാൻചുട്ടി മൂലക്കുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ട് എൻ്റെ ഗിഫ്റ്റ് ആവാൻ തന്നിട്ടുണ്ട്. മമ്മി ഇതാ പപ്പ അറിയാണ്ട് കണ്ടുവരുന്ന ഇതാ ഷർട്ടെല്ലാമായിട്ടാണ് വന്നേ. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ഇതാ പൂക്കളും ഇലകളും വള്ളികളെല്ലാം ഉണ്ട്. ഇത് അച്ഛൻ്റെ വക ഒരു ഡ്രസ്സ് കൂടി ഉണ്ട്, മമ്മി വാങ്ങിക്കൊടുത്ത് തന്നെയാണ്. മമ്മി 2 ഷർട്ട് വാങ്ങിനി. അപ്പോൾ ഗിഫ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ഡാൻസ് പരിപാടിയാണ്, അതാ അത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബോക്സ് വാങ്ങി വെച്ചുകൊണ്ട് വീട്ടിൽ സ്ഥിരം DJ പരിപാടി ഉണ്ടാവും. രാത്രിയാകുമ്പോൾ മക്കൾ പറയും പപ്പ ഇന്ന് DJ ആക്കാന്ന് പറഞ്ഞാൽ ഞാൻ മെല്ലെ ബോക്സ് എടുത്ത് മൊബൈലായിട്ട് കണക്ട് ചെയ്യും, പാട്ടും വെച്ച് ഇതുപോലെ തുള്ളും. അപ്പം നമുക്കിത് ശീലമാണ് കേട്ടോ. പിന്നെ രാത്രി നല്ല ഭക്ഷണം കഴിച്ച് ഇതുപോലെ 4 തുള്ളിയുണ്ടല്ലോ, തിന്ന ഭക്ഷണമെല്ലാം ദഹിച്ച് സെറ്റാവും ചെയ്യും, നല്ല ഉറക്കം കിട്ടും, നല്ല ദഹനം നടക്കും. അതുകൊണ്ട് നിങ്ങളുണ്ടല്ല വീട്ടിൽ ഇതുപോലൊരു ബോക്സ് വാങ്ങി വെച്ചോ, മക്കളുണ്ടെങ്കിൽ ഇതുപോലെ രാത്രി വെറുതെ വെച്ച് തുള്ള, ഭരണ രസമാണ് ഇത് കേട്ടാ. മതിയപ്പ, രാത്രി ആയില്ലതാ, സമയം നോക്ക് 10:30 മതിയപ്പ. ഓക്കെ, സമാധാനായി. ബൈ ബൈ ഉമ്മ. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ പരിപാടി ഇതാ തീർന്നിട്ടുണ്ട്. സമയം രാത്രി 11 മണിയായി. പപ്പയും മക്കൾ ഇതാ ഉറങ്ങേണ്ട പരിപാടിയിലേക്ക് പോകുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്ര സമയം കണ്ട എല്ലാവർക്കും നന്ദി. എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.